പണ്ട് പ്രകൃതിയിലെ എല്ലാ ജീവികൾക്കുമായി മൃഗങ്ങളുടെ ഒരു കൂട്ടായ്മ വലിയൊരു വിദ്യാലയം ആരംഭിച്ചു. എല്ലാ മൃഗങ്ങൾക്കും തുല്യ അവസരവും നല്ല വിദ്യാഭ്യാസവും നൽകുക എന്നതായിരുന്നു ലക്ഷ്യം. അതിനായി അവർ ഒരു ഏകീകൃത പാഠ്യപദ്ധതി തയ്യാറാക്കി. ഓട്ടം, മരം കയറ്റം, പറക്കൽ, നീന്തൽ എന്നിവയായിരുന്നു പ്രധാന വിഷയങ്ങൾ. സ്കൂളിന്റെ പരീക്ഷാ ബോർഡ് വിചിത്രമായ ഒരു നിയമം കൊണ്ടുവന്നു. ഇവിടെ തുല്യതയാണ് നിയമം. അതിനാൽ എല്ലാ വിദ്യാർത്ഥികളും ഈ 4 പരീക്ഷയും കൃത്യമായി പാസ്സാവണം. പരീക്ഷാകാലം ആഗതമായി. പ്രകൃതിദത്തമായ കഴിവുകൾ പരീക്ഷാ ബോർഡിന്റെ ചട്ടക്കൂടുകൾക്ക് മുമ്പിൽ തകർന്നടിയാൻ തുടങ്ങി. വിദ്യാർത്ഥിയായ താറാവാകട്ടെ നീന്തലിൽ ഒന്നാമനായെങ്കിലും പറക്കലിൽ ആവറേജ് നിലവാരം പുലർത്താനേ കഴിഞ്ഞുള്ളൂ. മരം കയറ്റത്തിൽ പരാജയപ്പെട്ടു. എന്നാൽ ഓട്ടം പരിശീലിച്ചതിനാൽ തന്റെ സ്വാഭാവികമായ നീന്തലിലും ശരിക്ക് ശോഭിക്കാൻ കഴിഞ്ഞില്ല. കഴുകനാകട്ടെ പറക്കൽ പരീക്ഷയിൽ ഒന്നാമതെത്തിയെങ്കിലും മരം കയറ്റത്തിലും നീന്തലിലും ഓട്ടത്തിലും പരാജയപ്പെട്ട് അച്ചടക്കമില്ലാത്തവനെന്ന് മുദ്ര കുത്തപ്പെട്ടു. അണ്ണാരക്കണ്ണൻ മരം കയറ്റത്തിൽ ഒന്നാമനായെങ്കിലും മരത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടണമെന്ന പരീക്ഷാ ബോർഡിന്റെ വിചിത്രമായ നിയമം കാരണം താഴേക്ക് ചാടി തോളലിന് പരിക്കേറ്റ് ബാക്കി പരീക്ഷകൾക്ക് ഹാജരാകാനും സാധിച്ചില്ല. കുതിരയാകട്ടെ ഓട്ടത്തിൽ കാറ്റിനെ തോൽപ്പിച്ചെങ്കിലും മരം കയറ്റത്തിലും നീന്തലിലും പറക്കലിലും നിസ്സഹായനായി പോയതിനാൽ മാനസികമായി ആകെ തളർന്നുപോയി. മീനിന്റെ അവസ്ഥയായിരുന്നു ഏറ്റവും ദയനീയം. വെള്ളത്തിനു പുറത്തുള്ള പരീക്ഷകളിലെല്ലാം ശ്വാസം മുട്ടൽ എന്ന മാരക രോഗം അതിനെ വേട്ടയാടി. മറ്റു പരീക്ഷകളിലെല്ലാം തോറ്റതിനാൽ ഒട്ടും ബുദ്ധിയില്ലാത്തവനെന്ന് മുദ്ര കുത്തപ്പെട്ടു. കാട്ടിലെ പ്രതാപശാലികളായ സിംഹവും പുലിയും കുറുനരിയും കാട്ടുപോത്തുമെല്ലാം പൊതുപരീക്ഷയുടെ കഠിനമായ ചട്ടക്കൂടിൽ ഒന്നിനും കൊള്ളാത്തവരായി മുദ്ര കുത്തപ്പെട്ടു. എല്ലാവരും അമ്പരന്നു പോയത് വർഷാന്ത്യ പരീക്ഷയുടെ ഫലം വന്നപ്പോഴാണ്. വിദ്യാലയത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി 1ാം റാങ്ക് കരസ്ഥമാക്കിയത് പാമ്പു മീൻ എന്നറിയപ്പെടുന്ന ഈൽ ആയിരുന്നു. ഈലിന് നന്നായി നീന്താൻ അറിയാമായിരുന്നു. ഓടാൻ പറ്റിയില്ലെങ്കിലും കരയിലൂടെ കുറച്ചൊക്കെ ഇഴഞ്ഞു നീങ്ങാനും സാധിച്ചു. മരം കയറ്റത്തിൽ മരത്തിൽ അല്പമൊക്കെ വലിഞ്ഞു കയറാനും സാധിച്ചു. പറക്കാൻ അറിയില്ലെങ്കിലും മുകളിൽ നിന്ന് വഴുതി വീഴാൻ നല്ല കഴിവായിരുന്നു. ഒരു കാര്യത്തിലും പൂർണ്ണമായ പ്രതിഭ ഇല്ലായിരുന്നിട്ടും എല്ലാ വിഷയത്തിലും ശരാശരി മാർക്ക് വാങ്ങിയതുകൊണ്ട് ഈൽ വിദ്യാലയത്തിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായി 1ാം റാങ്ക് നേടി. പ്രമുഖ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായ ആമോസ് ഇ ഡോൾബെയർ എഴുതിയ ഈ കഥ വിദ്യാഭ്യാസ മേഖലയിലെ മൂല്യനിർണയത്തിന്റെ മൂല്യമില്ലായ്മയെ പരിഹസിക്കുന്ന ഒന്നായിരുന്നു. തനതായ കഴിവുകളുള്ള സിംഹങ്ങളെയും കുതിരകളെയും തോൽപ്പിച്ച് ശരാശരിയായ ഈലിനെ ഒന്നാമതാക്കുന്നതാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായമെങ്കിൽ ഇവിടെ തോൽക്കുന്നത് നമ്മുടെ കുട്ടികളല്ല, ഈ വ്യവസ്ഥിതിയാണ്. ഓരോ കുട്ടിയുടെയും ഉള്ളിലെ സവിശേഷമായ പ്രതിഭയെ കണ്ടെത്താതെ എല്ലാവരെയും ഒരേ അളവുകോൽ കൊണ്ട് തളച്ചിടുന്ന ക്രൂരമായ വിദ്യാഭ്യാസ പ്രവണതയ്ക്കെതിരെ ശക്തമായി വിരൽ ചൂണ്ടുകയാണ് ഈ കഥ.